ആരെങ്കിലുമൊക്കെ ഫ്യൂച്ചറിൽ എന്താകണമെന്ന് ചോദിക്കുമ്പോൾ ബിസിനസ് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനം നിങ്ങളുടെ ഉള്ളിൽ ഒരു ആശയമുണ്ടാവും. ആ ആശയത്തെ ബിസിനസ്സാക്കി മാറ്റുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരുപാട് ആശയങ്ങളുണ്ടാവും. അതിൽ ഏതിലേക്ക് പോകണം എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശരിക്കും പഠിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ ആശയത്തെ അത് ബിസിനസ്സാക്കി മാറ്റണമെങ്കിൽ അതിൻ്റെ ചലഞ്ചസ് അറിയണം, അതിൻ്റെ സ്കോപ്പ് എന്താണെന്ന് അറിയണം, ഫ്യൂച്ചറിൽ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണം, അത് ഏത് മാർക്കറ്റിൽ എങ്ങനെയാണ്, ഓൺലൈനാണോ ഓഫ്ലൈനാണോ, എല്ലാ സാധ്യതകളും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആശയമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ പഠനം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു നിശ്ചയ സമയത്തിനകത്ത് അത് ബിസിനസ് ആക്കണമെങ്കിൽ ഇപ്പോഴേ തുടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ വല്ല സപ്പോർട്ട് എനിക്ക് വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യും. ആരെങ്കിലുമൊക്കെ ഫ്യൂച്ചറിൽ എന്താകണമെന്ന് ചോദിക്കുമ്പോൾ ബിസിനസ് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനം നിങ്ങളുടെ ഉള്ളിൽ ഒരു ആശയമുണ്ടാവും. ആ ആശയത്തെ ബിസിനസ്സാക്കി മാറ്റുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരുപാട് ആശയങ്ങളുണ്ടാവും. അതിൽ ഏതിലേക്ക് പോകണം എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശരിക്കും പഠിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ ആശയത്തെ അത് ബിസിനസ്സാക്കി മാറ്റണമെങ്കിൽ അതിൻ്റെ ചലഞ്ചസ് അറിയണം, അതിൻ്റെ സ്കോപ്പ് എന്താണെന്ന് അറിയണം, ഫ്യൂച്ചറിൽ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണം, അത് ഏത് മാർക്കറ്റിൽ എങ്ങനെയാണ്, ഓൺലൈനാണോ ഓഫ്ലൈനാണോ, എല്ലാ സാധ്യതകളും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആശയമുണ്ടെങ്കിൽ, ആഗ്രഹമുണ്ടെങ്കിൽ പഠനം കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു നിശ്ചയ സമയത്തിനകത്ത് അത് ബിസിനസ് ആക്കണമെങ്കിൽ ഇപ്പോഴേ തുടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ വല്ല സപ്പോർട്ട് എനിക്ക് വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യും.